ഭീകരവാദികൾക്ക് കടുത്ത മുന്നറിയിപ്പുമായി ഇന്ത്യ. സങ്കൽപ്പിക്കാൻ കഴിയാത്ത തിരിച്ചടി നൽകുമെന്ന് നരേന്ദ്രമോദി. പഹൽഗാം ആക്രമണം ഇന്ത്യയുടെ ആത്മാവിനേറ്റ മുറിവ്. India will identify, track and punish every terrorist and their backers. രാഷ്ട്രപതിയെ കണ്ട് അമിത് ഷായും എസ് ജയശങ്കറും. പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ INS സൂറത്തിൽ നിന്ന് മിസൈൽ പരീക്ഷിച്ച ഇന്ത്യ. പ്രതിരോധ മന്ത്രിയുടെ അധ്യക്ഷതയിലുള്ള സർവകക്ഷി യോഗം അല്പസമയത്തിനകം. അടിയന്തര സുരക്ഷാ യോഗം വിളിച്ചു ചേർത്ത് പാക് പ്രധാനമന്ത്രി. ഷിംല കരാർ മരവിപ്പിക്കുമെന്ന് പ്രഖ്യാപനം. പാക് പൗരന്മാർക്ക് നൽകിയ എല്ലാ വിസകളും റദ്ദാക്കി ഇന്ത്യ. ഞായറാഴ്ചയ്ക്കുള്ളിൽ രാജ്യം വിടണം. ചികിത്സയ്ക്കെത്തിയവർക്ക് 29 വരെ സാവകാശം. ഡൽഹിയിൽ പാക് ഹൈക്കമ്മീഷൻ ആസ്ഥാനത്തിന് മുന്നിൽ വൻ പ്രതിഷേധം. ഉധംപൂരിൽ ഭീകരരുമായുള്ള ഏറ്റുമുട്ടലിൽ ഇന്ത്യൻ സൈനികന് വീരമൃത്യു. ഭീകരാക്രമണത്തിന്റെ പേടിപ്പിക്കുന്ന ഓർമ്മകളുമായി ഇടപ്പള്ളി സ്വദേശി ആരതി. അച്ഛൻ വെടിയേറ്റ് വീണത് കൺമുൻപിൽ കണ്ടു. ഞാൻ അച്ഛാന്ന് ഉറക്ക വിളിച്ച ആ ഷോട്ടിൽ, ഗൺ ഷോട്ടിൽ അച്ഛാന്ന് ഉറക്ക വിളിച്ച് ഞാൻ അച്ഛനെ കെട്ടിപ്പിടിച്ചിരിക്കുമ്പോൾ എൻ്റെ മക്കൾ അലറിയ ആ ഒരു ഇതിലാണ് ഐ കെയിം ടു മൈ സെൻസസ്. രാമചന്ദ്രന്റെ സംസ്കാരം നാളെ. മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണയ്ക്ക് സുപ്രധാന പങ്കെന്ന് SFI കുറ്റപത്രം. CMRL ചെയർമാൻ ശശിധരൻ കർത്തായുമായി ഒത്തുകളിച്ച് 2.78 കോടി തട്ടിയെടുത്തു. നഷ്ടത്തിലായിരുന്ന എക്സാലോജിക് CMRL ഇടപാടിലൂടെ ലാഭത്തിലായെന്നും SFI റിപ്പോർട്ട്. അമ്പലമുക്ക് വിനീത കൊലക്കേസിൽ പ്രതി രാജേന്ദ്രന് വധശിക്ഷ. 8,10,500 രൂപ പിഴയും നൽകണം. പ്രതി ദയ അർഹിക്കുന്നില്ലെന്ന് കോടതി. തിരുവിതാംകൂർ ഇരട്ടക്കൊലയ്ക്ക് ശേഷം പ്രതി CCTV ഹാർഡ് ഡിസ്കുമായി പോകുന്ന ദൃശ്യം News 18.